Welcome to Science of Economics. I am Dr. SAJANI JAYAPRASAD. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടാം ചാപ്റ്ററിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. In the first chapter of statistics, you have studied about the role and importance of statistics in economics. Now, in the second chapter, you will study the sources of data and the mode of data collection. ദത്തങ്ങളുടെ ഉറവിടങ്ങളെക്കുറിച്ചും ദത്തശേഖരണത്തിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. To ease our learning, we have classified the entire chapter into 3 parts. Sources of data ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിലും ഡേറ്റ ശേഖരണത്തിന് ഉപയോഗിക്കുന്ന വിവിധ രീതികൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ സർവേ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലും സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നടത്തുന്നതിനുള്ള സെൻസസ് സർവേയും സാമ്പിളിംഗ് സർവേയും സംബന്ധിച്ച വിശദ വിവരങ്ങൾ തേർഡ് പാർട്ടിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ പാർട്ടായ സോഴ്സസ് ഓഫ് ഡേറ്റ ദത്തങ്ങളുടെ ഉറവിടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഈ ചാപ്റ്ററിൽ അത്യാവശ്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കോൺസെപ്റ്റുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യം പരിചയപ്പെടുത്തുന്നത് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ എന്നീ 2 കോൺസെപ്റ്റുകളാണ്. പോപ്പുലേഷൻ, യൂണിവേഴ്സ്. പോപ്പുലേഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾക്കറിയാം. ജനസംഖ്യ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന വാക്കിന് പ്രത്യേക മീനിങ് ആണുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്വേഷണ മണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളുടെയും സമുച്ചയം എന്നാണ്. അതായത് പഠന വിധേയമാക്കുന്ന എല്ലാ ഐറ്റങ്ങളെയും ചേർത്തു പറയുന്ന പേരാണ് പോപ്പുലേഷൻ. ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ ഐറ്റംസ് അണ്ടർ സ്റ്റഡി. ഇതിന് സമാനമായ മലയാള പദം സമഷ്ടി എന്നതാണ്. സാമ്പിൾ, റെപ്രസെൻറ്റേറ്റീവ് പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടാണ് സാമ്പിൾ. റിമെമ്പർ, സാമ്പിൾ ഈസ് സ്മോളർ ദാൻ പോപ്പുലേഷൻ. അടുത്തതായി ഇൻവെസ്റ്റിഗേറ്റർ, എന്യൂമറേറ്റർ, റെസ്പോണ്ടൻറ്റ് എന്നീ 3 കോൺസെപ്റ്റുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഇൻവെസ്റ്റിഗേറ്റർ, എ പേഴ്സൺ ഹു പ്ലാൻസ് ആൻഡ് കണ്ടക്ട്സ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആളാണ് ഇൻവെസ്റ്റിഗേറ്റർ. ഉദാഹരണത്തിന്, ഞാനാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ആരാണ്? ഞാനാണ്. അടുത്ത കോൺസെപ്റ്റ് എന്യൂമറേറ്റർ, ദോസ് ഹു ഗോ ഔട്ട് ടു ദ ഫീൽഡ് ഫോർ ഡേറ്റ കളക്ഷൻ. ഫീൽഡിൽ പോയി വിവരം ശേഖരിക്കുന്ന ആളാണ് എന്യൂമറേറ്റർ. ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഹു ആക്ച്വലി കളക്ട്സ് ദ ഡേറ്റ. എന്നാൽ ഞാൻ തന്നെയാണ് ഡേറ്റ കളക്ഷൻ ചെയ്യുന്നതെങ്കിലോ? അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഇൻവെസ്റ്റിഗേറ്ററും എന്യൂമറേറ്ററും. അതായത് ഇഫ് ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് കളക്ട്സ് ദ ഡേറ്റ, then he is both investigator and the enumerator. അടുത്ത കോൺസെപ്റ്റ് റെസ്പോണ്ടൻറ്റ്, ഇൻഫോർമൻറ്റ്. The person or institutions that provide information to the investigator or enumerator. ഇൻഫർമേഷൻ നൽകുന്ന ആളാണ് ഇൻഫോർമൻറ്റ് അഥവാ ഇൻഫോമർ. അടുത്തതായി നമ്മൾ പരിഗണിക്കുന്ന 3 കോൺസെപ്റ്റുകളാണ് വേരിയബിൾ, ഒബ്സർവേഷൻ, ഡേറ്റ. വേരിയബിൾ, വാല്യൂസ് വിച്ച് വേരീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. വിലയിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇനങ്ങളാണ് വേരിയബിൾ. ഇതിന് സമാനമായ മലയാള പദം ചരങ്ങൾ എന്നതാണ്. ഒബ്സർവേഷൻ, ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ചരങ്ങളുടെ മൂല്യത്തെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ഡേറ്റ അഥവാ ദത്തങ്ങൾ. ഒരു പ്രശ്നത്തെപ്പറ്റി പഠിക്കുവാൻ ഉപയോഗിക്കുന്ന വിവരങ്ങളാണ് ഡേറ്റ.
ഇതിന് സമാനമായ മലയാള പദം ദത്തങ്ങൾ എന്നതാണ്. ഇപ്പോൾ പറഞ്ഞ ഈ 3 കോൺസെപ്റ്റുകൾ വിശദമാക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കുക. After many fluctuations, the production of food grains rose to 132 million tons in 1978-79 from 108 million tons in 1970-71, but fell to 108 million tons in 1979-80. Production of food grains then rose continuously to 252 million tons in 2015-16 and touched 272 million tons in 2016-17. നിരവധി മാറ്റങ്ങൾക്ക് ശേഷം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം 1970-71 108 മില്യൺ ടൺ ആയിരുന്നത് 1978-79 ആയപ്പോഴേക്കും 132 മില്യൺ ടണ്ണായി വർദ്ധിച്ചു. എന്നാൽ അത് 1979-80 108 മില്യൺ ടണ്ണായി കുറയുകയും പിന്നീട് 2015-16 വീണ്ടും വർദ്ധിച്ച് 252 മില്യൺ ടണ്ണായി മാറുകയും 2016-17 അത് വീണ്ടും വർദ്ധിച്ച് 272 മില്യൺ ടണ്ണായി മാറുകയും ചെയ്തു. In this statement, we can observe that the food grain production in different years does not remain the same. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം ഓരോ കൊല്ലവും മാറുന്നു എന്നാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. It varies from year to year. അത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. മാറുന്നവയായതുകൊണ്ട്, അതായത് ചരിക്കുന്നവയായതുകൊണ്ട് ഈ മൂല്യങ്ങളെ ചരങ്ങൾ എന്ന് വിളിക്കുന്നു. As these values vary, they are called variable. അതായത് ഇവയ്ക്ക് സ്ഥിരമായ മൂല്യമില്ലാത്തവയാണ്. സാധാരണയായി X, Y, Z തുടങ്ങിയ ലെറ്റേഴ്സാണ് ചരങ്ങളെ സൂചിപ്പിക്കുവാനായി ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ മുൻ പ്രസ്താവനയെ സ്ക്രീനിൽ കാണുന്ന വിധം ഒരു പട്ടികയായി നമുക്ക് അവതരിപ്പിക്കാം. നമ്മുടെ ഈ എക്സാമ്പിളിൽ വർഷത്തെ X വേരിയബിൾ എന്നും ഉൽപ്പാദനത്തെ Y വേരിയബിൾ എന്നും എടുക്കാം. ഇപ്പോൾ വേരിയബിൾ എന്താണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ ചരങ്ങളുടെ മൂല്യത്തെ ഒബ്സർവേഷൻ, നിരീക്ഷണം എന്ന് പറയും. Each value of a variable is an observation. Not the point. Each value of a variable is an observation. അപ്പോൾ ഒബ്സർവേഷൻ എന്താണെന്നും വ്യക്തമായല്ലോ. Here, the values of the variable X and Y are the data. ഇവിടെ Xൻ്റെയും Yയുടെയും വിലകളാണ് ദത്തങ്ങൾ. ശരി, അപ്പോൾ ഈ 3 കോൺസെപ്റ്റുകൾ വേരിയബിൾ, ഒബ്സർവേഷൻ, ഡേറ്റ, ഇവ 3ഉം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Thus, we can undoubtedly say that data is a tool which helps in understanding problems by providing information. Statistical analysisന്റെ ബേസ് ആണ് ഡേറ്റ. In the absence of data, statistical methods could not be applied for any problem. If the data are faulty, then the conclusions would become wrong. Therefore, the important step in statistical work is the collection of data. ദത്തങ്ങളുടെ ശേഖരണം. What is collection of data? Collection of data is the process of collecting data or information from different sources. The researcher may collect the data by conducting an inquiry. അടുത്തതായി നമ്മൾ കടക്കുന്നത് നിങ്ങളുടെ ഉറവിടം, സോഴ്സസ് ഓഫ് ഡേറ്റ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Sources of data means a place from data obtained. Statistical data can be obtained from 2 sources,
internal and external. ദത്തങ്ങളുടെ ഉറവിടത്തെ രണ്ടായി തിരിക്കാം, ആഭ്യന്തരവും ബാഹ്യവും. ഇന്റേണൽ സോഴ്സ്, ആഭ്യന്തര സ്രോതസ്സുകൾ. ഡേറ്റ ദാറ്റ് ആർ കളക്റ്റഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, പഠനം നടത്തപ്പെടുന്ന സംരംഭത്തിൻ്റെ ഉള്ളിൽ നിന്നു തന്നെ ശേഖരിക്കുന്ന ദത്തങ്ങളാണിത്. ഉദാഹരണമായി, നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ കഴിഞ്ഞ 10 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് പഠിക്കണം എന്ന് കരുതുക. അതിനായി കഴിഞ്ഞ 10 വർഷവും കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് ലഭിച്ച മാർക്കുകൾ നമുക്ക് ലഭിക്കണമെന്നറിയാമല്ലോ. ഇത് ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. യാതൊരു സംശയവുമില്ല, അതിനാവശ്യമുള്ള ഡേറ്റ ലഭിക്കുന്നത് നിങ്ങളുടെ സ്കൂൾ റെക്കോർഡിൽ നിന്ന് തന്നെയായിരിക്കും. ഇത്തരത്തിൽ ഡേറ്റ ശേഖരിക്കുന്നത് പഠനം നടത്തപ്പെടുന്ന സംരംഭത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെങ്കിൽ അതിനെ ഇന്റേണൽ സോഴ്സ്, ആഭ്യന്തര സോഴ്സുകൾ, ആന്തരിക ഉറവിടങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ സോഴ്സ്, ബാഹ്യ സ്രോതസ്സുകൾ എന്താണെന്നൊന്ന് നോക്കാം. പഠനം നടത്തപ്പെടുന്ന സംരംഭത്തിൻ്റെ വെളിയിൽ നിന്നാണ് ദത്തങ്ങൾ ശേഖരിക്കുന്നത് എങ്കിൽ ആ സോഴ്സിനെ എക്സ്റ്റേണൽ സോഴ്സ് എന്നാണ് പറയുന്നത്. ഡേറ്റ ദാറ്റ് ആർ കളക്റ്റഡ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. External sources are further divided into two, primary and secondary sources. Primary data, പ്രാഥമിക ദത്തങ്ങൾ. Primary data are those which are collected by an investigator for the first time. Characteristically, it is first party data. അന്വേഷകൻ നേരിട്ട് ശേഖരിക്കുന്ന ദത്തങ്ങളാണ് പ്രാഥമിക ദത്തങ്ങൾ. ഡേറ്റ കളക്റ്റഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ്. ഇറ്റ് ഈസ് ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഇത് മൗലികമായിരിക്കും, അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും. ദേ ആർ ഇൻ ദ ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽസ്. ഡേറ്റ അസംസ്കൃത രൂപത്തിലായിരിക്കും. എക്സാമ്പിൾ ഓഫ് പ്രൈമറി സോഴ്സസ് ആർ autobiographies, audio recordings, diaries, interviews, letters, manuscript, research data, speeches, etc. അടുത്തതായി സെക്കൻഡറി ഡേറ്റ, ദ്വിതീയ ദത്തങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സെക്കൻഡറി ഡേറ്റ എന്നത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും. സെക്കൻഡറി ഡേറ്റ is the data that has been used in the past. If the data have been collected and processed by someone for some other purpose, they are called secondary data. ചില ആവശ്യങ്ങൾക്കായി ആരെങ്കിലും മുൻപ് തന്നെ ശേഖരിച്ചിട്ടുള്ള ദത്തങ്ങളാണ് ദ്വിതീയ ദത്തങ്ങൾ. That means data collected by someone and used by the investigator. It is not original because they have been collected by someone for some other purpose. They are generally in the shape of finished products. Magazine, വാരിക, പത്രങ്ങൾ, ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ, വെബ്സൈറ്റുകൾ, റിപ്പോർട്ടുകൾ, ടെലിവിഷൻ, റേഡിയോ, പുസ്തകങ്ങൾ, ഇവയിലൂടെ ലഭിക്കുന്ന ദത്തങ്ങൾ ദ്വിതീയ ദത്തങ്ങളാണ്. അതായത് ഇവ നേരത്തെ ശേഖരിച്ച പ്രാഥമിക ദത്തങ്ങളാണ്. സോ സെക്കൻഡറി ഡേറ്റ ആർ ഡിസ്റ്റിൽഡ് ഫ്രം പ്രൈമറി ഡേറ്റ. സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡേറ്റ. We already know that secondary data are those data that are already collected by others. Secondary data can be collected from a number of sources which can broadly classified into two heads: published and unpublished sources. പ്രസിദ്ധീകരിച്ചവയോ അല്ലാത്തവയോ ആയ റെക്കോർഡുകളാണ് ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടം. പബ്ലിഷ്ഡ് സോഴ്സുകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഗവൺമെൻറ് പബ്ലിക്കേഷൻ. എക്സാമ്പിൾസ് ഓഫ് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് ആർ ലേബർ ഗസറ്റ്, ബുള്ളറ്റിൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൈസസ്,
Economic Survey, etc. മറ്റൊന്നാണ് semi-government publications. Examples of this semi-government publications are RBI, Institute of Economic Growth, Institute of Foreign Trade, etc. Publication of research institutions, Indian Statistical Institute, NCRT, CSO, NSSO മുതലായവയുടെ publications. Reports of various committees and commissions appointed by the government. Newspapers and magazines. For example, Friendline, The Economist, The Wall Street Journal, The Business World, etc. മറ്റൊന്നാണ് international publications. The main examples of these international publications are publications of World Bank, IMF, WHO, WTO, UNO, International Labour Organizations, etc. അടുത്തത് publications of commercial and financial institutions, libraries, internet. ഇവയെല്ലാം സെക്കൻഡറി ഡേറ്റയുടെ പബ്ലിഷ്ഡ് സോഴ്സിൽ വരുന്നവയാണ്. അടുത്തതായി നമുക്ക് അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്താണെന്നൊന്ന് പരിശോധിക്കാം. All collected materials may not be available in printed form. They may be available in records and files of various government and private bodies. They may also be available in the findings of research scholars. ഇവയും നമുക്ക് സെക്കൻഡറി ഡേറ്റ സോഴ്സായി പരിഗണിക്കാവുന്നതാണ്. സെക്കൻഡറി ഡേറ്റ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇതിന് അങ്ങേയറ്റം സൂക്ഷ്മത ഉണ്ടായിരിക്കണം. ഡേറ്റയുടെ വിശ്വാസ്യത, കൃത്യത, ഉപയോഗക്ഷമത, അതിൻ്റെ കാലികത എന്നിവയെല്ലാം ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ സ്റ്റഡിയുമായി റിലേറ്റ് ചെയ്യുന്ന വിവരങ്ങളെല്ലാം സെക്കൻഡറി ഡേറ്റയിൽ ഇല്ല എങ്കിൽ അവ പ്രൈമറി ഡേറ്റ വഴി കളക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഈ അവസരത്തിൽ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായി, പ്രൈമറി ഡേറ്റ ഫസ്റ്റ് ഹാൻഡ് ഡേറ്റയാണ്. കാരണം അവ ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് ശേഖരിക്കുന്നതാണ്, ഒറിജിനൽ ഡേറ്റയാണ്. എന്നാൽ സെക്കൻഡറി ഡേറ്റ സെക്കൻഡ് ഹാൻഡ് ഡേറ്റയാണ്. കാരണം മുൻപ് ശേഖരിച്ച ഡേറ്റ ഇവിടെ ഉപയോഗിക്കുകയാണ്. അതുപോലെ പ്രൈമറി ഡേറ്റ ആർ ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽസ്. അസംസ്കൃത രൂപത്തിലായിരിക്കും ഡേറ്റ. എന്നാൽ സെക്കൻഡറി ഡേറ്റ ഫിനിഷ്ഡ് ഫോമിലായിരിക്കും, സംസ്കൃത രൂപത്തിലായിരിക്കും. അടുത്തതായി, പ്രൈമറി ഡേറ്റ റിക്വയർ മോർ മണി ആൻഡ് ടൈം, ബട്ട് സെക്കൻഡറി ഡേറ്റ റിക്വയർ കമ്പാരിറ്റീവ്ലി ലെസ് മണി ആൻഡ് ടൈം. പ്രാഥമിക ദ്വിതീയ ദത്തങ്ങൾ തമ്മിലുള്ള മറ്റൊരു സുപ്രധാന വ്യത്യാസമാണ്, പ്രാഥമിക ഡേറ്റയുടെ കേസിൽ മോർ കെയർ അറ്റ് ദ ടൈം ഓഫ് ഡേറ്റ കളക്ഷൻ. എന്നാൽ സെക്കൻഡറി ഡേറ്റയുടെ കേസിൽ മോർ കെയർ അറ്റ് ദ ടൈം ഓഫ് യൂസ്. ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന ചില പ്രധാന ഏജൻസികളെക്കുറിച്ചും അല്പമൊന്ന് മനസ്സിലാക്കാം. ആദ്യമായി, സെൻസസ് ഓഫ് ഇന്ത്യ. ജനസംഖ്യയെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ സെൻസസ് ഓഫ് ഇന്ത്യ നൽകുന്നു. The Census of India provides the complete and continuous demographic record. The census is being regularly conducted every 10 years since 1881. 1881 മുതൽ 10 വർഷത്തിലൊരിക്കൽ ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ സെൻസസ് നടന്നത് 1951 The last census of India was held in the year 2011. According to the census 2011, population of India was 121.09 crore. അടുത്തതായി, NSSO. ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങൾ സംബന്ധിച്ച പഠനങ്ങൾക്കായി ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ചതാണിത്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇവർ ശേഖരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടുകളായി 4 മാസത്തിലൊരിക്കൽ സർവേക്ഷണ എന്ന ജേണലിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. വേറൊന്നാണ് RGI. In India,
Census are conducted by Registrar General of India, RGI. Demographic data on birth and death rates, literacy, employment, life expectancy, size and composition of population, etc. are collected and published by the RGI. മറ്റൊന്നാണ് DGCIS, Directorate General of Commercial Intelligence and Statistics. DGCIS. DGCIS is the organization which handles India's trade statistics. മറ്റൊന്നാണ് Labor Bureau. Labor Bureau publishes statistical data related to labor turnover, productivity, industrial relations, working and living conditions of labor, etc. Yes. I hope all of you understand the main aspects of sources of data. Next class, we will meet with the instruments used in survey. Thank you.